ഇവിടെ ഈ 3 കുട്ടികളെ അവരെ തലയിൽ മുണ്ടിട്ട് കൊണ്ടുവന്നത് ആ 3 പേരും അറിയപ്പെടുന്ന അവിടുത്തെ KSUവിൻ്റെ നേതാക്കന്മാരാണ്. അപ്പോൾ ആർക്കാണ് വട്ട് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അത് SHOയ്ക്ക് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നിയമപരമല്ല. അത് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് പോലീസിൽ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് എടുക്കാനും ക്രിമിനൽ പ്രൊസീജിയർ പറയുന്നത് വേറെ ചില സന്ദർഭത്തിലാണ്. ഇവിടെ അറിയപ്പെടുന്ന കുട്ടികളാണ് വാദികൾ, അറിയപ്പെടുന്ന കുട്ടികൾ തന്നെയാണ് പ്രതികൾ. അതിനകത്ത് എവിടെയാണ് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യകത എന്ന് അദ്ദേഹം കോടതി ബോധ്യപ്പെടുത്തിയിട്ട്, പക്ഷേ കോടതിക്ക് തന്നെ അത് മനസ്സിലായി ഇത് മനഃപൂർവ്വം രാഷ്ട്രീയപരമായി ആ കുട്ടികളെ തേജോവധം ചെയ്യാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കോടതിക്ക് മനസ്സിലായി, നിയമപാണ്ഡിത്യമുള്ളവർക്കും മനസ്സിലായി. അത് തന്നെയല്ല, ഇയാൾ തന്നെയായിരുന്നു കുന്നമംഗലത്തെ SHO എന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ അയാളുടെ രാഷ്ട്രീയ ചിന്ത, അയാളെ എന്തുകൊണ്ട് ആ SIയും മറ്റവരും ആ ഒരാളെ അവിടെ കൊണ്ടുപോയി ഭീകരമായിട്ട് മർദ്ദിക്കുന്ന സമയത്ത് അവിടുത്തെ SHOയെ പറ്റി ഇന്ന് വരെ ആരും, പത്രക്കാരോ അതുപോലെ മറ്റാരും അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. അയാൾക്കല്ലേ ഉത്തരവാദിത്വം, 1-ാം പ്രതി അയാളല്ലേ വരേണ്ടത്. അവിടുത്തെ SI അല്ല 1-ാം പ്രതി വരേണ്ടത്, അവിടുത്തെ SHO. ആരായിരുന്നു ആ മഹാൻ? ഇയാളായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.